മെറ്റയില് വർഷത്തിൽ ഓരോ തവണ നടക്കുന്ന ഒരു ഇവന്റ് ആണ് കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു വരുന്ന ജൂലൈ 1-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കോൺവെർസേഷൻസ് നമുക്ക് ബിസിനസ്സിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ടേം. അപ്പൊ അതിന്റെ ഈ കോൺവെർസേഷൻസിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ അധികം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമുക്ക് എവിടേക്കാണ് കോൺവെർസേഷൻ വരുന്നത്? ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റാ പ്ലാറ്റ്ഫോംസിന് എടുക്കുക. ഇപ്പോ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ വീഡിയോസ് ചെയ്യുമ്പോൾ യൂട്യൂബ്, ഇതൊരു വീഡിയോ കോൺവെർസേഷൻ. അതുപോലെ ഗൂഗിൾ മൈ ബിസിനസ്, ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താനുള്ള. ഇതിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും കോൺവെർസേഷന് വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് വരുന്നു. ഇവിടെയാണ് റിയൽ കോൺവെർസേഷൻസ് നടക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ ഉപയോഗപ്പെടുത്താം. FB, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസ്, ഇവിടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം, ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം, ഇവിടെ ആക്റ്റീവ് ആയിരിക്കണം, ഇവിടെ ആക്റ്റീവ്. കാരണം ഇതെല്ലാം നമുക്ക് ഈ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. നിങ്ങൾ ചെയ്യാം, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട്. ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരിക്കലും കാശ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. നല്ല രൂപത്തിൽ കണ്ടന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കുക, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക. ഇതിന്റെ ഒപ്പം AI കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആയിട്ട് പോകും. പലരെയും ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്നൊരു സംഭവിച്ചാൽ അവർക്ക് സെയിൽസിലല്ല പ്രശ്നം വരുന്നത്, അവർക്ക് മാർക്കറ്റിംഗിലാണ്. ഈ കാണുന്ന ഒരു ഫോൺ എടുത്തിട്ട് അതിലൂടെ ഒരു വീഡിയോ ചെയ്യാൻ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലർക്കും അത് തയ്യാറല്ല. വലിയ സിനിമാറ്റിക് വീഡിയോസോ അല്ലെങ്കിൽ അത്ര ഹൈഫൈ ആയിട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ, സർവീസ് എന്താണോ, അത് 4 ആളുകളോട് പറയാനുള്ളൊരു മെന്റാലിറ്റിയാണ് ആദ്യം വേണ്ടത്. പിന്നെ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഓട്ടോമേഷൻ കാര്യങ്ങൾ ഇതൊന്നും അത്ര റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ അത്ര ടെക്സാവി ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന കാര്യമൊന്നുമല്ല. ആർക്കും ചെയ്യാം. കുറച്ച് സമയം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ കഴിയില്ല, സമയമില്ല, നിങ്ങളെ മറ്റുള്ള ടീംസിനെ ഏൽപ്പിക്കാം. ഇനി അതല്ല, അതിന് കഴിയില്ല, നിങ്ങളത് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ, അവരെ ഏൽപ്പിക്കും. പക്ഷേ എന്താണ്, നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല എന്നാണ്. ഏതെങ്കിലും രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കണം. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ചെയ്യുക. ഒരു ദിവസം ഒരു 90 മിനിറ്റ്സ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളത്, പഠിത്തത്തിന് മാറ്റി വെക്കുക എന്നുള്ളത്, അതിന് യാതൊരു എക്സ്ക്യൂസും ഇനി ഇവിടുന്ന് കൂട്ടി നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.